നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കൈരളിയുടെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മിൽമ പ്രസൻസ് ഓണമാണ് ഒന്നങ്ങട് മിന്നിച്ചേക്കണേ. പവേർഡ് ബൈ ഭീമ, പങ്കജകസ്തൂരി, ഓർത്തോഹർ. ഈ വർഷത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് കോവളം വെള്ളാറുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലാണ്. അപ്പോൾ ഇനി ഓണവിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഓണത്തിന് നമ്മളോടൊപ്പം കളിയും ചിരിയും തമാശയുമായിട്ട് വരുന്നത് റീൽസ് താരങ്ങളാണ്. ഈ 3 പേരുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടൂല, പക്ഷേ ഇവരുടെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അയ്യോ ഇവരാ. ഈ മുടി ഉള്ളും കൂടെ നീളം കൊള്ളായിരുന്നേ ലേഡി. നീ ഇത്രയും നേരം ഇവിടെ പോയിരുന്ന നമ്മൾ ലൗലി ആന്റിയുടെ അടുത്ത് ഒരുങ്ങാൻ പോയി. മേക്കപ്പ് ഇട്ട കോലമാണോ? വെച്ചായിരിക്കണം, കൊള്ളൂല അഴുക്ക. നീ പിന്നെ ഭയങ്കര പനര മണ്ടേ കയറി പൊന്മാനെന്ന് പറഞ്ഞോണ്ട് ആരെങ്കിലും മീനെങ്കിലും തരും. എടി നിങ്ങൾക്കൊക്കെ 16 മേക്കപ്പ് ഇടണം. നമ്മൾ ആണുങ്ങൾക്ക് ഒരു മുണ്ടും എടുത്ത് ഒരു കുറിയും തൊട്ട് വന്ന ലാലേട്ടൻ വരണ ഫീലാണ്. ഹലോ, അത് ലാലേട്ടനാണെങ്കിൽ നീ അല്ല. ലാലേട്ടൻ മറന്നോ ഇനി? സമയമായി പരിപാടി തുടങ്ങാനുള്ള. നീ ഇവിടെ വെറുതെ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങി വൃത്തിയായിട്ട് വരുമ്പോൾ ഭയങ്കര കുശുമ്പി തന്നെ. അത് തന്നെ ചുമ്മയില്ല നന്നാത്. അവന്റെ മീശരിക്കണണ്ട മറ്റേ നടുക്ക് ഹർത്തായി. പാടി നമുക്ക് പോവാം. ഇനി വരുന്ന ഭാര്യയും ഭർത്താവും രണ്ടുപേരെയും നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഇവർ റീൽസ് താരങ്ങളുമാണ്, അത്യാവശ്യം ടെലിവിഷൻ സീരിയലിൽ അഭിനയിച്ച് പരിചയമുള്ളവരുമാണ്. പക്ഷേ ഇവരിപ്പോൾ അറിയപ്പെടുന്നത് വലിയ റീൽസ് താരങ്ങളായിട്ടാണ്. മലയാള സിനിമയിൽ നമ്മൾ കണ്ടു മറന്ന, നമുക്ക് ഏറ്റവും അധികം ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളും അതുപോലെ തന്നെ ഗാനരംഗങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ വേറൊരാളിലൂടെ റീക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു പുതുമ ഫീൽ ചെയ്യും. അതിലുള്ള ഒരു പുലിയാണ് കീർത്തന ഫ്രം ആറ്റിങ്ങൽ. ഇനി അടുത്തൊരു മിടുക്കനുണ്ട്. ഫുഡിൽ നിന്ന് തുടങ്ങി ഇപ്പം അവൻ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരുത്തൻ അരവിന്ദ്. എല്ലാവർക്കും നമസ്കാരം. അരവിന്ദാണ്. ട്രിവാൻഡ്രം ബെല്ലീസ്, അതായത് ട്രിവാൻഡ്രത്തെ വയറുകൾ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരു പേജായിരുന്നു എൻ്റെത്. പക്ഷേ എന്താണ്, ആദ്യം ചെറിയ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രിവാൻഡ്രത്ത് തന്നെ കണ്ടൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്ത് നിന്ന് മാറി എറണാകുളത്തായിരുന്നു വീഡിയോസ് മുഴുവനും ചെയ്തു തുടങ്ങിയത്. ഇന്ന് എറണാകുളം ബേസ് ചെയ്ത് അല്ലെങ്കിൽ കേരള ബേസ് ചെയ്ത് ഒരു മാർക്കറ്റിംഗ് കമ്പനി ഓൺ ചെയ്തിട്ടുണ്ട്. ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ബ്രാൻഡിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം എന്ന് പറയുന്ന പോലെ ബാക്കി ഷോയിൽ തന്നെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പരിചയപ്പെട്ട ടീമിൽ നിന്ന് തന്നെ തുടങ്ങാം. പൂർണിമ, സുഖമാണ്? സുഖം. എവിടെ താമസിക്കുന്നത്? കാട്ടാക്കട കുറ്റിച്ചൽ. പൂർണിമ ഒരു വമ്പ കക്ഷിയാണ്. പൂർണിമയ്ക്ക് ഭയങ്കര ഫാനാണ്, അറിയാമോ? കുറച്ചെന്താ, എത്ര കുഞ്ഞു പിള്ളേരൊക്കെ കാണുമ്പം പ്രായമുള്ളവരും എല്ലാരും. പ്രായമുള്ളവർക്ക് പോരുണ്ട്, കുട്ടികൾക്ക് പോരുമല്ലോ. അല്ല, രണ്ടുപേർക്ക് അന്ന് മിണ്ടേ സംസാരിക്കൊക്കെ ചെയ്യും. റീൽസ് ഒക്കെ കാണും. അടിപൊളിയാണെന്നോ. പൂർണിമയ്ക്ക് ഭയങ്കര ഫാനാണ്. ഞാൻ ഭയങ്കര ഫാനാണ് പൂർണിമയുടെ. അറിയാമോ എന്നാ? ഈ അറിഞ്ഞുകൂടാത്തവരെ വെച്ചിട്ടാണ് ഈ ഓണം. അല്ല, നിങ്ങളൊക്കെ ഭയങ്കര നേരത്തെ ഉള്ള ഇതാണ്. ഞാൻ നേരത്തെ ജനിച്ചു, അതാണ് ഞാൻ നിങ്ങളൊക്കെ ചേട്ടനൊക്കെ ഭയങ്കര കിടിലോ അല്ലേ? അപ്പൊ നമ്മളൊക്കെ അറിയാന്ന് പറയണേക്കുമ്പോ തന്നെ ഒരു സന്തോഷം. അപ്പൊ നമ്മൾ പരസ്പരം പുകഴ്ത്തി സ്ഥിതിക്ക് അടുത്ത് തുടങ്ങാം. ആദർശേ, ആദർശിന് ഭയങ്കര ഫാൻ ഫോളോയിങ് അല്ലേ? ആദർശ് വളരെ നിഷ്കളങ്കമായാണ് പലതും അവതരിപ്പിക്കുന്നത്. കൂടെ വയ്ക്കുന്ന ഈ 2 പേരാണ് നിന്നെ പലപ്പോഴും കുഴിയിലേക്ക് ചാടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏകദേശം അല്ല, അങ്ങനെയല്ല. രണ്ടുപേരാണ് അടിത്തറയ്ക്ക് ബലം ഉണ്ടാക്കുന്ന ആൾക്കാർ. അതെ, അവരില്ലെങ്കിൽ നമ്മളില്ല. അതെ, ഒരിക്കലും ഇല്ല. വെരി ഗുഡ്. ആദർശിന് ഇതുപോലെ തന്നെ ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള ആളാണ്. ചില സാധനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നമ്മുടെ ഇടയിലുള്ള ഒരാളിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ മാറി നിൽക്കുന്ന പൂർണ്ണമേക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര അഭിനയമാണ് അതിനകത്ത്. ഇല്ല, അഭിനയൊന്നുമില്ല, അതാണ് സത്യം. കേരളത്തിലെ റീൽസ് കാണുന്ന പ്രേക്ഷകരുടെ പ്രതിനിധിയാണ്. കുറ്റിച്ചെല്ലിൽ താമസിക്കുന്നത്. കുറ്റിച്ചെല്ലിൽ. കുറ്റിച്ചെല്ലിൽ ഏതുവരെ പഠിച്ചേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ ഹിന്ദി.
ആ അപ്പൊ പിന്നെ വലിയ പാടില്ല. അല്ല പാടുണ്ട്. ആ അപ്പൊ ആദർശ ഇവർ രണ്ടുപേരുമാണ് ആദർശന്റെ ഒരു ബാക്ക് ബോൺ. വർഷ ഏ? വർഷ ആ വർഷ, വർഷയും അതുപോലെ തന്നെ അല്ലേ? നിങ്ങൾ 3 പേരാണ് കിടിലങ്ങൾ. കണ്ടന്റൊക്കെ ഭയങ്കര രസമാണ്. താങ്ക് യു. ഇത് ആരാണ് ഉണ്ടാക്കണത്? 3 പേരും ഓരോ രീതിയിൽ. കൊണ്ടുവരും. എങ്കിലും ബുദ്ധി കേന്ദ്രം വർഷേച്ചി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തില്ലോ ഈ അടുത്ത കാലത്ത് നിനക്ക് തീർത്ത് തന്നൊരു ഡൗട്ട് പറ. വർഷ തീർത്ത് തന്ന ഡൗട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ അത് ബാഡായിട്ട് വരുമോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിൽ ആൾക്കാരിലോട്ട് എത്തുമെന്നൊക്കെ തോന്നുമല്ലോ. അപ്പം വർഷേച്ചിയോട് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് പറയും, ബാക്കി വരായിക നോക്കൂല. പക്ഷെ വർഷേച്ചെനിക്ക് പറഞ്ഞു അങ്ങനെ ചെയ്യല് പൂർണ്ണിമേ, അങ്ങനെയാവും ഇങ്ങനെയാവും ട്രോളാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറഞ്ഞു. അതാണ് വർഷ. ആ കുറച്ച് വർഷയാണ് ഈ ഉള്ളത് ഇത്തിരി വിവരമുള്ള ആള്. ആ വിവരമുണ്ട് സത്യം. അയ്യോ അങ്ങനെയല്ല. എന്നാലും വർഷ ഏതാ പഠിക്കുന്ന? ഇല്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ BCom കഴിഞ്ഞ് MG കോളേജിൽ അതിനുശേഷം ഡിപ്ലോമ എടുത്ത് HTC and BM, പിന്നെ കോച്ചിങ്ങിന് പോകുമായിരുന്നു കേരള ബാങ്കിൻ്റെ. അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൽ കയറിയത്. പിന്നെ ഇതിലങ്ങോട്ട് മുന്നോട്ട് പോയി. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ് ഇരിക്കുന്നത്, അമൃതയും പ്രശാന്തും. അമൃത പിന്നെ ഒരുപാട് സീരിയലൊക്കെ കണ്ട് നമുക്കറിയാം അല്ലേ? ആ. പ്രശാന്ത് പിന്നെ അങ്ങനെ ഉണ്ട്. പക്ഷേ എങ്കിലും എന്താണെന്നറിയാമോ, ഒരുപാട് എസ്റ്റാബ്ലിഷ് ആയ പെണ്ണുപിള്ളേരെ അടുത്തിരിക്കുമ്പോൾ ആളുകൾ അല്ലേ അങ്ങനെ ഫോട്ടോ എടുക്കാൻ മാത്രം എടുക്കുന്നുണ്ട്. അതെ ഞാൻ അങ്ങോട്ട് പറയും ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, എന്നെ കൂടെ ചെറിയൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഉണ്ടായി. അതായത് ഇപ്പൊ എന്തെന്നറിയാമോ, നമ്മൾ ഈ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അതെ, ഇപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് രാവിലെ വന്നപ്പോൾ ആദർശ് വന്നിട്ട് ചോദിച്ചു കോമഡിയല്ലേ, സാറാണല്ലേ? ഞാൻ ചോദിച്ചു സാറ് ദൈവം ഇനി ആരെ ഇനി ഇവളുടെ ഭർത്താവാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല സീരിയൽ ഇല്ല അങ്ങനെ പറയുന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെ അറിയില്ല. അമൃതയുടെ ഭർത്താവ് എന്ന് അറിയില്ല, സീരിയൽ അല്ലാതെ പറയുന്നില്ലാരും. അത് ഭയങ്കര രസമല്ലേ? നല്ല സുഖമുണ്ട്. ഈ വാണ നനയുമ്പോ കൂടെ വയ്ക്കുന്ന ചീരയെ കൂടെ നനയുമെന്ന് പറയും. അതുപോലെ നനഞ്ഞു പോവാണ്. അതെ, ഫാമിലിയൊക്കെ വളരെ സന്തോഷം, സുഖകരമായിരിക്കുന്നു. നിന്നെ കുറിച്ചായിരുന്നു ഇത്രയും നേരം ഞാൻ നുണ പറഞ്ഞു. അപ്പൊ നീ എന്താണ് മിണ്ടാത്തത്? കേട്ടോണ്ടിരിക്കല്ലേ, രസമല്ലേ? ഓണത്തിന് നുണ കേൾക്കാന്ന് പറയുന്ന നല്ല രസമല്ലേ? ആലോചിക്കാണ്. നല്ല വെടിപ്പുള്ള ഷർട്ടും മുണ്ടും സെറ്റ് നേരിയതും ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ആളാണ് പ്രശാന്തും അതുപോലെ തന്നെ അമൃതയും. ഇനി അടുത്തിരിക്കുന്ന വേറൊരു കിടില, മലയാളത്തിൽ തനിപ്പിടി എന്നൊക്കെ പറയും. ഒറ്റ മനുഷ്യനെ കൂട്ടും ആൾക്കാരൊക്കെ ഉണ്ട്. കൂട്ടും. ആ വേറെ ആരൊക്കെ ഉണ്ട് കൂടെ? ഇങ്ങനെ കോ-ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ആ അവരെ പേര് പറയാൻ നിനക്ക് എന്താ? ഓ അങ്ങനെ അഭയ് ചിക്കു. അഭയ് ചിക്കു. പിന്നെ പേര് അഭയ് ചിക്കു മാത്രം. അഭയ് ചിക്കുവിന്റെ ഹായ് പറയട്ടെ. ഹായ് അഭയ് ചിക്കു. എല്ലാം ഞാൻ പറഞ്ഞു പറയിപ്പിക്കാൻ. അപ്പൊ ആലോചിച്ച് നോക്ക്, ഈ വളരാൻ സമ്മതിക്കാത്ത വേറൊരു അസൂയ. ഞാൻ അല്ലെങ്കിൽ നീ ഇവിടെ വന്നിരിക്കാം. കൂടെ ഉള്ളവരെ ഒരിക്കലും ഉയരാൻ സമ്മതിക്കാത്ത വളരെ കുശുംബിയും ദുഷ്ടയും സർവോപരി നല്ലൊരു കലാകാരിയും കൂടിയാണ്. പേര് പറ. എന്റെ പേര് കീർത്തന രവീന്ദ്രൻ. ഞാൻ ആറ്റിങ്ങലാണ് വീട്. എന്റെ വീട് ആറ്റിങ്ങലാണ്. ഏതൊക്കെ പഠിച്ച്? ഞാൻ MCom കംപ്ലീറ്റഡ് ആണ്. അത് BCom, ഞാൻ MCom. അപ്പൊ കീർത്തനയും അതുപോലെ തന്നെ. കീർത്തനയുടെ കീർത്തന ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് അല്ലേ? മോസ്റ്റ്ലി. അത് കൂടെ ഒരുപാട് ആളുകളെ കൂട്ടാത്തത്? കൂട്ടുന്നുണ്ട്. അങ്ങനെയല്ല അങ്ങനെയല്ല, എനിക്കങ്ങനെ ഒരു ടീമായിട്ടൊന്നും ഇല്ല. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് ചെയ്യും. എങ്കിലും എന്റെ തല എന്റെ പടം അല്ലേ? ഞാൻ മാത്രം എന്റെ തല എന്റെ പടം. പക്ഷെ അതൊരു വലിയ കഴിവാണ് കേട്ടോ. നമ്മൾ ഈ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരാളാണ് അരവിന്ദ് ഈ കാണുന്നത് പോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരവിന്ദ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു കണ്ടന്റിന്റെ മേഖല എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ? ഫുഡ് എന്താണ് ഭയങ്കര ഇഷ്ടം? എന്ത് ഫുഡാണെന്നോ? കിഷോറേട്ടൻ കഴിഞ്ഞ പരിപാടിക്കും ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? അതെ അതെ, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇഷ്ടമാണ്. എന്നാലും എപ്പോഴും ഇഷ്ടം വീട്ടിലെ ഫുഡാണ്, വീട്ടിലെ ആഹാരം. കാര്യം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. വീട്ടിൽ വരുമ്പോൾ വളരെ കുറച്ചാണ് നമ്മളെല്ലാവരും ഇന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. കാര്യം മോസ്റ്റ് ടൈം നമ്മൾ പുറത്താവുന്ന സമയത്ത് പല ഹോട്ടലും പല റെസ്റ്റോറൻറ്റ്സും പ്രൊമോഷനും ഇങ്ങനെയാണ്. ഈവൻ ഒരു ദിവസം 1-2 ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ഒരു മാസത്തിൽ 30 ദിവസം വെളിയിലാണ്. എല്ലാ റെസ്റ്റോറന്റ് പ്രൊമോഷനായിട്ട് നടക്കണോണ്ടേ പിന്നുള്ള ഹർത്താലാണ്. അതിപ്പോ ഇല്ല. ഉണ്ടായിരുന്നാലും ശരി തന്നെ.
അന്നിപ്പോൾ വീട്ടിൽ ഇരുന്നാലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് വീട്ടിലെ ഭക്ഷണം ഇഷ്ടമെന്ന് പറയുന്നത്. കാര്യം വെളിയിറങ്ങാൻ പറ്റില്ല. അന്ന് ഹർത്താൽ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവൻ പ്രൊമോഷൻ പോയി കളയുമായിരുന്നു. അപ്പോൾ എന്തായാലും 4, 3, 7 പേര് മലയാളിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട 7 പേരോടൊപ്പം കൈരളിയുടെ ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി എൻ്റെ പേരിലും കൈരളിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഇത്രയും തന്നെ പറഞ്ഞോ. അല്ല, സ്വാഗതം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കണം. ഇനി കീർത്തനയിലൊന്നും നമുക്ക് ഒരുപാട് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരി കുതിയും ഇത്തിരി തൊടയും ഇത്തിരി വർത്തമാനവും ഇത്തിരി ഓണക്കളിയും ഒക്കെ ആയി നമുക്ക് ഈ വർഷത്തെ ഓണം ഓർമ്മിക്കുന്നതിന് വേണ്ടി ആഘോഷിക്കാം. മിൽമ പ്രസൻസ് ഓണമാണെന്ന് മിന്നിച്ചേക്കനെ പവേർഡ് ബൈ ഭീമ ആൻഡ് പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബൽ. നമ്മളിന്ന് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കിടില താരങ്ങളാണ്. കല്യാണം കഴിഞ്ഞാൽ ഇല്ല, അതൊരു ഭയങ്കര വിഷമം. ചെറുക്കയില്ല. കേരളത്തിലെ ചെറുക്കന്മാരെല്ലാം മരിച്ചു. ഇപ്പോഴത്തെ ചെറുക്കന്മാരൊന്നും ശരിയല്ല. അത് പറഞ്ഞൂടാ. നല്ലതുണ്ട്, നോക്കി കണ്ടുപിടിക്കും. അപ്പൊ ഈ ഇവിടെ ഉള്ള നല്ല ചെറുക്കനെയാണ് തിരയുന്നത്. അത് ഭയങ്കര നല്ലതൊന്നും വേണ്ട, എന്നാലും ഒരു ഇടത്തരം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാവാതെ. ഇപ്പൊ നമ്മുടെ കെയർ ഓഫിൽ ആരെങ്കിലും അങ്ങനെ വരെയാണ് പൂർണ്ണിമയെ ആലോചിച്ചാൽ കൊള്ളാം പറയുമ്പോൾ അപ്പൊ ഇടത്തരമാണ്, നേരെ നിൽക്കണവനാണ്, താഴെ ഇറങ്ങി നിൽക്കണവനാണെന്ന് നമുക്ക് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും അല്ലേ? നീ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എന്തോന്നാണ് അതാണ് ഞാൻ ചോദിച്ചത്. എന്തോന്നാണ്? കുറച്ച് നാക്ക് മൂക്കും ഒക്കെ വേണം. അങ്ങനെ ഒരു തൊള നാക്ക് പകുതി. പൂർണ്ണിമ വരനെ ആവശ്യമില്ല. പകുതി നാക്കും മൂക്കിൽ ഒരു തൊള പാതി പാതിയുള്ള പയ്യന്മാരിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. അടുത്ത എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്ഷമ വേണം. നിന്റെ കൂടെ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ബാക്കി കുഴപ്പമില്ല, ബാക്കിയുള്ളവരുടെ എന്തായാലും കുഴപ്പമില്ല, എന്റെ അടുത്ത് നല്ല ക്ഷമ വേണം. എനിക്ക് തോന്നുന്നു ഈ ആയുസിൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ക്ഷമ വേണം. എന്തൊരു ചേട്ടാ പറയാം, ഇവരെല്ലാം അതാണ് പറയുന്നത്. ഒരു ക്വാളിറ്റി പറ. ക്ഷമയുള്ള പയ്യനായിരിക്കണം. നല്ല സജഷൻ അല്ലേ? നല്ല കൈയ്യടി കൊടുക്കാം. അടുത്ത ക്ഷമ വേണം, പിന്നെ സ്നേഹം വേണം. സ്നേഹം നമുക്കെല്ലാം ഇപ്പൊ ഒരുപാട് റിബേറ്റിൽ കൊടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് ആവശ്യത്തിനെ സ്നേഹിക്കാം. അവൾ പറയും ക്ഷമ വേണം. അടുത്ത് ഇത്രേ ഉള്ളൂ. ഇത് രണ്ടും. പയ്യനെ വേണ്ട, പയ്യന് വേണം. പയ്യൻ ഇങ്ങനെ ആയിരിക്കണം. ഞാനെന്തൊരു വേണ്ട അങ്ങനെയുള്ള പയ്യനാണ് അല്ലേ? നീ എങ്ങനെ ആയിരിക്കണം? ഞാൻ നല്ലതായിരിക്കും. അതെ, പക്ഷെ ഈ സങ്കല്പമുള്ള പയ്യനെ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം. പയ്യനൊക്കെ കാണും, ഉറപ്പല്ലേ? ചാത്തം വരുത്തിക്കും. അതോടുകൂടി ചാത്ത പണം. ഇത് നിങ്ങളെ കല്യാണം നടക്കാൻ പോണു നവംബർ 23-ാം തീയതി. നിങ്ങൾ എന്റെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അതെന്തുകൊണ്ട്? അല്ല, ഞങ്ങള് ഇത് ചെയ്യുന്നതിന് മുമ്പേ ഇഷ്ടത്തിലായതാണ്. 2015. 2015. അപ്പൊ നീണ്ട പ്രണയം. അത് കൊള്ളാം. കാര്യം എന്തെന്നറിയാം, ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാര്യം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുമ്പോഴേ അവര് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം അങ്ങനെയല്ല, അതിന് മുമ്പേ ഞങ്ങൾ ഒരേ സ്കൂളായിരുന്നു, ഒരേ കോളേജായിരുന്നു, പിന്നെ ട്യൂഷൻ ക്ലാസ് ആയിരുന്നു. ഒരേ സ്ഥലത്താണ് പാട്ട് പഠിക്കുന്നത്. അപ്പൊ എല്ലാം അപ്പൊ അത്രയും നേരിട്ട് അറിയാം. എന്നിട്ടും നേരിട്ട് അറിഞ്ഞിട്ടും ഇതിനെ കൂടെ കൊണ്ടു കിടക്കണം. ഞാൻ പാവമാണ് അല്ലേ? അപ്പൊ എന്തായിരുന്നാലും ഈ വരുന്ന നവംബർ 23-ാം തീയതി പൂർണ്ണിമയുടെ ഉള്ളതിൽ കൊള്ളാന്നുള്ളതിനെ അവള് കൊണ്ടുവരുന്നു. എന്തായിരുന്നാലും വരുന്ന നവംബർ 23-ാം തീയതി ഞങ്ങളുടെ കല്യാണമാണ്. എല്ലാവരും വരണം. വലിയ ചെലവില്ലാതെ ലെറ്റർ അടിക്കാതെ ഇതിലൂടെ ഈ ഒരു ബൈറ്റ് എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തത്. അപ്പൊ എന്തായിരുന്നാലും അഡ്വാൻസ് ആയിട്ട് വിവാഹ മംഗള ആശംസകൾ. പിന്നെ ഇവരുടെ അല്ലേ പ്രണയ വിവാഹം തന്നെയായിരുന്നു അല്ലേ? ഞാൻ വേറല്ലേ
വേറൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. അവൾ കല്യാണം കഴിച്ചു പോയി. പിന്നെ ചക്കിന് വെച്ചു കൊക്കിന് കൊണ്ടെന്നൊക്കെ പറയും. അവസാനം ഞാൻ അതങ്ങനെയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ പ്രേമിക്കുന്ന കുട്ടിയെ ഒരു കെട്ടാതിരിക്കുന്നത് നല്ലത്. കിട്ടാതിരിക്കുമ്പോഴും നമ്മൾ അങ്ങനെ കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന്റെ വിശേഷങ്ങൾ പറയണം. വിശേഷം ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ. വീട്ടിലോട്ട് പോയില്ല. ഞാൻ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോകാത്തത് പോകണം, അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അതിനുള്ള സമയം കിട്ടാറില്ല. ഓരോ പരിപാടികൾ തിരക്കോട് തിരക്ക്. എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ആ. ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ, അതിന്റെ അറിയാം. തിരക്കില് അതിനും അഡ്വാൻസ് ആയിട്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരാം. Thank you. വലിയ പ്രൊഡ്യൂസറും കൂടെയാണ്. കണ്ടുവച്ചോ. അപ്പൊ നിനക്കിനി എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഈ ഓണം നാട്ടിലോട്ട് പോകണം, ചേട്ടൻ്റെ കൂടെ ഈ അവിടെ ഓണം നല്ലോണം ആഘോഷിക്കണം. നല്ലോണം. അവിടെ ആഘോഷിക്കണം. അങ്ങനെ കാര്യം അല്ലേ? ആറ്റിങ്ങൽ എങ്ങനെയുണ്ട്? ആറ്റിങ്ങൽ അടിപൊളിയാണ്. മഴയൊക്കെ കൂടുതലാണ് തോന്നുന്നു ആറ്റിങ്ങല്. നോർമലാ. ആരാണ്? മഴ മഴ മഴ. പിന്നെ ഇനി പറ കീർത്തനെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? മതി. ഇങ്ങനെ ഇരുന്നാ പോരെ? അങ്ങനെ മതി. ആ. ഒരു കല്യാണം കഴിക്കണമെന്നില്ല. ഒരു ജോലിയെ കിട്ടിയതിനു ശേഷം കല്യാണം കഴിക്കുന്നുള്ളൂ. സ്റ്റേബിൾ ആയതിനു ശേഷം കല്യാണം കഴിക്കുന്നത്. സ്റ്റേബിൾ ആവണം, ആവണം. ജോലി കിട്ടണം. അടിപൊളി അടിപൊളി. അതിനുശേഷം കല്യാണം കഴിക്കുന്നത്. എങ്ങനെയുള്ള പയ്യനാണ് ഇഷ്ടം? അല്ല കല്യാണം അല്ല അല്ല, ഞാൻ ഒരു ചോദ്യം എന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഒരു ചോദ്യം. എനിക്ക് അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്ന ഒരാള്, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണം. പിന്നെ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. അതായത് നീ പറയുന്ന തമാശയ്ക്ക് അവൻ ചിരിച്ചു തരണം. അല്ല പുള്ളി കോമഡി പറയണം. ഭയങ്കരമായിട്ട് കോമഡി പറയണമെന്നല്ല, ഇല്ല, അവൻ പറയണെല്ലാം നമുക്കൊരു കോമഡിയാണ്. ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമല്ലോ. ഒരു എപ്പോഴും എപ്പോഴും അല്ല, ഒരു ജോലിക്കൊന്നും പോകരുത്. ഇങ്ങനെ ഇരുന്ന് കോമഡി വെളുക്കെ ഇരുന്ന് കോമഡി പറയണം. വെളുക്കെ അവിടെ ശിവരാത്രി. ക്ഷമ, ഇവിടെ കോമഡി. അതാണ്. ഭാര്യയുടെ പേര് ശ്രുതി. മോള് ജാനകി. ജാനകി. ശ്രുതി എങ്ങനെ? ശ്രുതി കുഴപ്പമില്ല, അത് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തില് കുഴപ്പമില്ല, ഭക്ഷണം ഉണ്ടാക്കും. നന്നായി. കല്യാണം കഴിഞ്ഞ സമയത്ത് വലിയ ഭക്ഷണം ഉണ്ടാക്കുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് കുറച്ചാൾ സുഖമില്ലാതായി. ആ സമയത്ത് കംപ്ലീറ്റ് പരിപാടിയും പഠിച്ച് സെയിം അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ ഇപ്പോൾ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി പടിപൊളിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി എന്തായിരുന്നാലും നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരെ ഇങ്ങനെ നിർത്തി ഇവർക്ക് കുറേ ഓണം വേണ്ടേ? ഓണത്തിനൊരു ചെറിയ ഒരു എനർജറ്റിക് ആയിട്ട് ഒരു കളിയും ഇതൊക്കെ വേണ്ടേ? ഇത്തിരി നുണപറച്ചിൽ മാത്രം പോരല്ലോ. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് വരാം. നിങ്ങൾ ആരും വായനക്കരുത്. ഇതാ പിടിച്ചു. മലയാള സിനിമയിലെ പ്രശസ്തമായ ഒരു കഥാപാത്രം സിനിമ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. നീ നോക്കരുത്. അതങ്ങനെ അത് നീയാണ് പറയാനുള്ളത്. ഫ്ലോയിലൊക്കെ ചോദിച്ചാണ്. ഇനി ആക്ഷനിലൂടെ ആ സിനിമ ഏത്, ആ കഥാപാത്രം ആര്, ആ ആർട്ടിസ്റ്റ് ആര്, ആ കഥാപാത്രത്തിന്റെ പേര് നോക്കട്ടെ അല്ലേ? കണ്ടുപിടിച്ചോളേ. കാണിക്കാം, അഭിനയിക്കാൻ അറിയത്തില്ല വയ്യായിരിക്കും. സിനിമ ഏതെന്ന് പറ. സിനിമയുടെ മുൾക്കിരീടം. തല കെട്ടി വെച്ചത്. നീ ജബ ജബ എന്നുള്ളതാണോ? ജബ ജബ. നമ്മള് ഇത് മറ്റേതാണോ? എന്ത് സിനിമയുടെ പേര് പറ. സിനിമയുടെ പേര് പറ. സിനിമ എന്തെങ്കിലും ആരാ അഭിനയിച്ചിട്ട് എന്തെങ്കിലും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണോ? താടിയുള്ള സിനിമ? അല്ല, താടിയുള്ള താടിയുടെ അശോകന്റെ ഇങ്ങനെ അവൻ ഏതാണ്ട് കത്തി. നീ അവനെ വഴിതെറ്റിക്കാൻ വേണ്ടി ജനിച്ചു വെച്ചിരിക്കുന്നു. തല അത് കെട്ടിവെച്ചതോ? തല കെട്ടിവെച്ചത് ആരാ? സർദാർജിയുടെ ആണോ? പഞ്ചാബി ഹൗസ് ആണോ? പഞ്ചാബി അവക്ക് പടം അറിയത്തില്ല. അവക്കൊന്നും അറിഞ്ഞൂടാ. എടാ കഴിഞ്ഞ 4 വർഷമായി നിന്നെ വഴിതെറ്റിച്ചോണ്ടിരിക്കുന്ന സിനിമ പറഞ്ഞ ശരിയാണോ? ദിലീപിന്റെ പടമാണോ? ദിലീപ് ജബ ജബ പറഞ്ഞ പഞ്ചാബി ഹൗസ്. എടി അത് തന്നെയല്ലേ ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ഉഗ്രവാണം. പഞ്ചാബ് ദിലീപ് ആയിരിക്കും. ദിലീപ് അല്ലാതെ ലാല്. എന്റെ ദൈവം, പതക്കോ സിനിമ മാറിയല്ലോ. ഹരിശേഷവൻ. ഹരിശേഷന്റെ ക്യാരക്ടർ നെയിം വേണോ? നീ മുതലാളി ജഗ പറയുന്ന നിരപരാധിയല്ലേ? ഹരിശേഷൻ ചേർന്ന് പഞ്ചാബി ഹൗസിനകത്ത്
ആ പുള്ളിയുടെ ഫോട്ടോയാ? ആ പുള്ളിയാ ക്യാരക്ടർ നെയിം ക്യാരക്ടർ നെയിം പുള്ളിയുടെ പേര് അയ്യോ മൊയലാളി എന്ന് മാത്രം വിളിക്കുന്ന ഓർമ്മയുള്ളൂ. മുതലാളി. നിന്റെ പേരെന്താണ്? ആ, നിന്റെ പേര് ഊരതാണ് 24 മണിക്കൂർ ഇതിന്റെ റീൽസ് ഒരു ചെയ്തോണ്ടിരിക്കുകയാണ് 100 ട്രോൾ പേജ് ഉണ്ട് ഈ പേരില്. ആണല്ലേ? പിന്നെ അയ്യോ ഈ പരീക്ഷ വരുമ്പോ എഴുതാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. അതായത് 10 സെക്കൻഡ് എണ്ണും എണ്ണി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കൈരളിയുടെ ഒരു വലിയ സമ്മാനമുണ്ട്. അയ്യോ 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 പേര് പറയടി. അത് എഴുതിയിട്ടുണ്ട് അതിനകത്ത് പേര്. ആ സമ്മാനം ഞങ്ങൾ പിന്നീട് ആരാ പറഞ്ഞിരുന്നത്? ഞാൻ പകുതി സമ്മാനത്തിന്റെ പകുതി തരാം ഞാൻ. അങ്ങനെ ഹലോ ആ കച്ചവടം ഇല്ല. ആ കച്ചവടം ഇവിടെ ഇല്ല. പറ 10. രമണൻ 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 നോക്കറിയാൻ ആ രമണൻ അടിപൊളി അടിപൊളി. അപ്പൊ കൊള്ളാം. ആ. മിൽമ പ്രസൻസ് ഓണമാണെന്ന് മിന്നിച്ചിരിക്കണേ. പവേർഡ് ബൈ ഭീമ, പങ്കജ കസ്തൂരി, ഓർത്തോ ഹെർബ്. അപ്പോൾ നമ്മുടെ താരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർ ഭയങ്കര പാട്ടുകാരാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പാടും ഡുയറ്റ് പാടും? ഒറ്റയ്ക്ക്. അത് അങ്ങനെയല്ല, ഡുവറ്റ്. എപ്പോഴും നവംബർ 23 ശേഷം അങ്ങനെയാണ്. അങ്ങനെയല്ല. ആ പാടിക്കോ ഒരു പാട്ട്. എങ്ങനെ ഇരിക്കണം നോക്കട്ടെ. അതെ പഠിക്കാം. ആ നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, എൻ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എന്നെ കൺചിമ്മിടാതെ എൻ ജീവനേ, അകമേ വാനവില്ലിലെഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻമുഖം, അകലെ മാഞ്ഞിടാതെ ചേർന്നിതിന്നിൽ നീ എന്നോമലേ. ഇതൊക്കെ ആയിരിക്കും വരണം. അത് കേട്ടാ തിരിച്ച് റെഡിയായി. ഇനി അതുപോലെ തന്നെ മറ്റേ നേരത്തെ പറഞ്ഞില്ലേ ആ കൊച്ചു പറഞ്ഞ എൻ്റെ കൗണ്ടറും ആ വാപ്പിളി ചിരി ചിരി. അച്ഛൻ്റെ പേര് പ്രഭാകരൻ. റാണി. രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ വെരി ഗുഡ്. നിന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അനിയത്തി. അനിയത്തി എന്ത് ചെയ്യുന്നു? ഈ വഴിയിൽ തന്നെയാണോ? ഇല്ല, ഈ വഴി വരണം എന്നുണ്ട്, പക്ഷെ ഞാൻ സമ്മതിക്കാം. പഠിക്കണം. ആര് പഠിക്കണം? അവൾ പഠിക്കണം. എന്നിട്ട് നിനക്ക് എന്തുവാവാം? ഞാൻ പഠിച്ചല്ലോ, പഠിച്ചിട്ട് ഉപയോഗം ഇല്ലാത്തതാണല്ലോ. പഠിച്ചിട്ട് ഉപയോഗമില്ലാത്തത് കൊണ്ടാണ് അവൾ ഈ വഴിയിലേക്ക് വന്നത്. അപ്പൊ അനിയത്തി എന്ത് ചെയ്യുന്നു? അവൾ 2ാം ക്ലാസ്സില് ചെറുതാ. ഓ അവളാണ് ഇപ്പോഴേ അവളിപ്പോഴേ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞിരുന്ന പ്രോത്സാഹിപ്പിക്കാം, പക്ഷെ അവൾ അതൊന്നും പറഞ്ഞങ്ങ് നടക്കും. അങ്ങനെ നടക്കണ്ട, പഠിക്കട്ടെ. കറക്റ്റ്. കാര്യം 2ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു വിഷയത്തിൽ തോറ്റു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാര്യം അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയും അല്ലേ? മന്ത്രിസഭ താഴെ പോകും. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ വിചാരിച്ച ആ കൊച്ചു നല്ല നിലയിൽ എത്തണം എന്നുള്ള ഒരു ചേച്ചിയുടെ അദമ്യമായ ആഗ്രഹമാണ് ഞാൻ വിചാരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇപ്പോഴേ നമ്മൾ അങ്ങനെ വളർത്തിയെടുത്താലല്ലേ പിന്നെ അങ്ങനെ വളർന്നു വരും. അങ്ങനെ നിന്റെ അച്ഛനും അമ്മയും അങ്ങനെ വളർത്തിയെടുക്കാത്തതിന്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. നിയന്ത്രിക്കാൻ ആളില്ലായിരുന്നു. ക്ലാസ്സിൽ പോകും ചോദിച്ചേക്ക്. ക്ലാസ്സിൽ പഠിക്കാൻ പോകും. ഷൂട്ടല്ലേ, എനിക്ക് എന്നും ഷാണായി ചേട്ടാ രാവിലെ വിളിക്കും, വീഡിയോ എടുക്കാൻ വാ എന്ന് പറയാം. പഠിക്കാൻ നിൽക്കണം, ഞാൻ ഒരുങ്ങി അങ്ങ് പോകും. പ്രേക്ഷകരുടെ വളരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വാ എന്ന് വിളിച്ചു കളയല്. അങ്ങനെ പോകില്ല, ഞാൻ ഇവരോടെ പോകും. അപ്പൊ ഈ പഠിക്കാൻ പോണില്ല. പഠിക്കാൻ പോവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചേട്ടാ വിളിക്കും. എന്നിട്ട് നീയാണ് നിന്റെ അനിയത്തെ ഉപദേശിക്കാൻ ഞാൻ പഠിക്കൂലല്ലോ. അപ്പൊ ഇത്തിരി നേരത്തെ നീ പറഞ്ഞു തന്നത് ഞാനൊരു നിലയിലായല്ലോ. 2ാം ക്ലാസ് അതിലേക്ക് കൊണ്ടുവരണതാണ്. ഇത് പ്രൊഫഷണൽ അസൂയാണ്. പണ്ട് ചെയ്ത ഓർമ്മയുണ്ടോ? ഇല്ല, അല്ല അവർക്ക് ഈ സ്പോർട്സ് അങ്ങനെ കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യട്ടെ. എന്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടെ ഒക്കെ ചെയ്യിപ്പിക്കും. പഠിക്കാനുള്ള ടൈമല്ലേ, അപ്പൊ പഠിക്കട്ടെ. 2ാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാണ്? വില്ലാ നസ്രത്ത്. സ്കൂൾ കുറ്റിച്ചൽ പാലേക്കോണം, ആര്യനാട് പോണ വഴി. പാലേക്കോണം, ആര്യനാട്. അറിയാം, എനിക്കറിയാം. അപ്പൊ അതാണ് നിന്റെ ചരിത്രം അല്ലേ? അപ്പൊ ഒരു പാട്ട് പാടിക്കുള്ളൂ. സാഗരം മാറിലേറ്റും കതിരോൻ വീണെറിഞ്ഞു, കാതരേ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ, കടൽ
അടിപൊളി. തൊണ്ടാ പോയി ചേട്ടാ ചിരിച്ച് കേട്ടില്ല ഒരു അരക്കട്ട കയറിപ്പോയി അല്ലേ? തൊണ്ട പോയി എൻ്റെ. കീർത്തനെ, നിന്റെ പേരായ കീർത്തനം എന്നാണ്. അപ്പൊ നിനക്ക് നിന്റെ ഇതിൽ ഒരു പാട്ട് കിടപ്പുണ്ട്. ഞാൻ ഇല്ലെന്ന് നീ പറയരുത്. അല്ല പാടാം. ആ ഞാൻ ഓണപ്പാട്ട് പാടാം. ഓ ഓണമല്ലേ? അതെ, നമ്മളായിട്ട് ചടങ്ങുകൾ തെറ്റിക്കണ്ട. ഓക്കെ. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും തേൻ പഴമകളും പഴമുതിരും പൊൻ പാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയാ. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. അടിപൊളി. ഇന്ന് ഷൂട്ടെന്ന് പറഞ്ഞിട്ട് 3-4 ദിവസമായിട്ട് കുത്തിയിരുന്ന് പഠിക്കാന്നാണ് അമ്മ അല്ലേ? അല്ലല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ അനിയത്തി. അമ്മ എന്ത് ചെയ്യണേ? അമ്മ ഹൈസ്കൂൾ ടീച്ചറാണ്. എവിടെ? ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി. ആഹാ, പേര് പറ. സുജ. ഏത് വിഷയം? മലയാളം. മലയാളം. സുജ ടീച്ചറെ. അപ്പോ അനിയത്തിന്റെ പേരെന്താ? അനിയത്തിന്റെ പേര് ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ. അല്ലേ? ആ. വെറൈറ്റി. അത് ഇന്ത്യ എന്ന് പേരിടാൻ കാരണം? അത് അമ്മ മലയാളം ടീച്ചറാണ്. അപ്പൊ എനിക്ക് കീർത്തന എന്നിട്ടു, അവക്ക് പ്രാർത്ഥന എന്നിടാനായിരുന്നു പ്ലാൻ. അപ്പൊ കീർത്തനയും പ്രാർത്ഥനയും. അച്ഛൻ കുറച്ച് വെറൈറ്റി ചിന്തിക്കുന്ന ആളാണ്. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ജി രവീന്ദ്രൻ. ആ, രവീന്ദ്രൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛനില് ഒരു ചെറിയ പകയുണ്ട്, ഞാൻ പറഞ്ഞു. ആ, എനിക്കറിയാം. അല്ലല്ല, ഓക്കെ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ അടിയായി. അതായത് പേര് ഇടുന്നതിന് തമ്മിലുള്ള അടിയായി. അച്ഛൻ പറഞ്ഞു, ഓൾറെഡി നീ ഒരാൾക്ക് ഇട്ടില്ലേ, ഇത് എനിക്ക് തരൂ എന്നുള്ള അവസരം, എനിക്കത് വേണം എന്നുള്ളത്. എത്ര ദിവസം നീണ്ടു നിന്നു? അതെനിക്കറിയില്ല, ഞാനൊന്നും ചെറുതാണല്ലോ. അപ്പൊ അവസാനം അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു, എന്നാ പിന്നെ വല്ല ഭൂഖണ്ഡത്തിന്റെ പേര് പോയിടും മനുഷ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്റാർട്ടിക്ക, ആഫ്രിക്ക അങ്ങനെ വന്ന് അവസാനം നിന്നത് ഇന്ത്യയിലോട്ട്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പേരിടാൻ പാടില്ല? ഏത് ക്ലാസ്സിൽ പഠിക്കണം? അവളിപ്പം PG ചെയ്യുന്നു. അപ്പൊ ഒരു ഭയങ്കര വെറൈറ്റി. എവിടെ? അവള് ഉത്തരാഖണ്ഡില്. ഉത്തരാഖണ്ഡ്. അപ്പൊ കുഴപ്പമില്ല. ഡൽഹിയിലായിരുന്നു, ഇപ്പൊ ഉത്തരാഖണ്ഡില്. ഓക്കെ ഓക്കെ. എങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഇന്ത്യയുടെ അച്ഛൻ പോലും, ഇന്ത്യയുടെ അമ്മ പോലും, ഇന്ത്യയുടെ ചേച്ചി പോലും എന്ന് കീർത്തനെ എന്നൊക്കെ പറയായിരുന്നല്ലേ? അപ്പൊ ആളുകളൊക്കെ വളരെ ഇന്ത്യക്ക് ചേച്ചി. നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അല്ല, എന്നെ പാകിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്. അവൾ ഇന്ത്യ ആയോണ്ട് വീട്ടില്. പക്ഷെ അതൊരു വെറൈറ്റി പേരാണ് ഇന്ത്യ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ത്യ ഇപ്പൊ എന്താ പഠിക്കണേ? ഇന്ത്യ ഇപ്പം PG ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വേറൊന്നും വിചാരിക്കുന്നത് ഇന്ത്യ അവളുടെ ഇന്ത്യ ഇപ്പം ഏതാണ് PG? അവള് MA ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്. ഓ, കൊള്ളാം. റയർ കോഴ്സാണ്. അപ്പൊ എന്തായാലും ഈ പേര് വളരെ റയർ പേര് തന്നെയാണ്. ഓക്കെ, നമ്മുടെ രണ്ടുപേരും പാടറി. അമൃത പാടും. എനിക്കറിയാം. ഒരു ഡ്യൂറ്റ് ഒക്കെ പാടും. ഭയങ്കര പാട്ടാണ് ഒരു വീട്ടിൽ. പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ഭയങ്കര പാട്ടാണ്. പരിപാടിയിലൊക്കെ ഉണ്ടോ? കിട്ടത്തില്ല. കാര്യം എന്താ, അത്രത്തോളം പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്ലോക്ക് ആയി പോകും. അത് വരും. ഡെയിലി പരിപാടിയാണ് ഗാനമേള. പെട്ടെന്ന് പെട്ടെന്ന് ഓർക്കുന്നത് ഒരുപാട്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ആ കാര്യം അപ്പൊ എന്തായിരുന്നാലും നമുക്കിനി അടുത്തൊരു ഗെയിമിലോട്ട് പോവാം. ഓക്കെ. അറിയാം, ഓണം പ്രമാണിച്ച് വീട്ടില് അത്തപ്പൂക്കളോ കൊച്ചൊക്കെ ഉള്ളതല്ലേ? കുറച്ച് ദിവസം കൊണ്ട് പറയണം, ഓണത്തിന് എവിടെ പോയി കഴിഞ്ഞാലും ഫുൾ ടൈം ഇപ്പോൾ പുറത്ത് പോയി അത്തം കാണണം. അതൊക്കെയാണ് ഇപ്പോൾ വീട്ടിലെ ഏറ്റവും വലിയ പരിപാടി. അപ്പൊ കുട്ടിയൊക്കെ അങ്ങനെ ഭയങ്കര രസമല്ലേ അത്? അത് മാത്രമല്ല, ഇപ്പം എവിടെയെങ്കിലും വീട്ടിൽ ഞാൻ പുറത്ത് പോയി ഇറങ്ങി എന്നെ ഉണ്ണിന്നാണ് വിളിക്കണം. എല്ലാരും വിളിക്കുന്ന സെയിം പേര് തന്നെ വിളിക്കണം. എന്റെ വീട്ടിൽ പേര് ഉണ്ണിന്നാണ്. ഇതിനൊക്കെ കൊല്ലണം. അതല്ല, എവിടെയെങ്കിലും പോയി ഇറങ്ങി കഴിഞ്ഞാലും ഉണ്ണി പാ പോവാം. ഞാൻ കോമൺ ആയിട്ട് പറയും, അമ്മ അല്ലെങ്കിൽ വൈഫിന്റെ അടുത്ത് പറയും പോയിട്ട് വരാന്ന് പറയും. ഞാൻ പോയിട്ട് വരാന്ന് പറയുന്ന സമയത്ത് എവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു പറയും, വാ പോവാം. ഇപ്പം ആ ഒരു ജാനകി. ഇപ്പം ഫുൾ ടൈം പുറത്ത് പോകണം.
കറക്കണം. അപ്പൊ ഈ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കൊടുക്കും. എന്തായാലും തിരുവോണത്തിന്റെ അന്ന് ഒരു അത്തം ഇട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അടിപൊളി. കീർത്തനെ, നീയും ഇന്ത്യയും കൂടെ അത്തം ഇടുവോ? ഇല്ല, അത്തപ്പൂക്കളൊന്നും ഇടത്തില്ല, അതൊക്കെ റിസ്ക് ഉള്ള പരിപാടിയല്ലേ. റിസ്കാ? നിനക്ക് റിസ്ക് ഉള്ള പരിപാടി ഒന്നും ഇഷ്ടമല്ല. ഇതാകുമ്പോൾ വല്ലവരെ ചെലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടെടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതിയല്ല. കാര്യം വേറെ ഒരു ചെലവും ഇല്ല. അങ്ങനെയല്ല, ഭയങ്കര പ്ലാനിങ് ആണ് കീർത്തനെ. നിനക്ക് പൂക്കളൊക്കെ വാങ്ങണം, എടുക്കണം. പറിക്കാനില്ല. റെഡിമെയ്ഡ് അത്തം തന്നെ ചെയ്ത് അത് വേണമെങ്കിൽ ട്രൈ ചെയ്യും. അയ്യോ, അത് മലയാളിയൊക്കെ വേണ്ടി നീ അത് ചെയ്ത്, അയ്യോ അത് വേണമെങ്കിൽ ചെയ്യാതാ പറഞ്ഞത്. വലിയ ഇതായിരിക്കും അല്ലേ? പിന്നെ ഭയങ്കര ചെയ്യല്ലേ, അയ്യോ പ്ലീസ്. മലയാളിക്ക് വേണ്ടി അതായത് നമ്മൾ കുറെ പേരൂടെ അവരുടെ അടുത്ത് നിർബന്ധിച്ച് വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ, വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ ഇട്ടേക്കാം. വീട്ടിൽ പൂക്കളൊന്നും ഇടൂല. ഇല്ല, നമ്മള് ഫുള്ള് ഗെയിംസ് ഒക്കെ ആയിട്ടങ്ങ് കൂടും, ഫാമിലി ഫുള്ള്. എല്ലാരും നാട്ടിൽ വരുന്ന സമയമല്ലേ ഓണം. ഗെയിമുകളാണ് ഇഷ്ടം. ഗെയിമുകളാണ് ഇഷ്ടം. ഗെയിം സിമ്പിൾ. ഭയങ്കര സിമ്പിളാണ്. മുണ്ട് മടക്കി വെക്കുന്ന 6-ാം നമ്പരാണ് നാട്ടുരാജാവാ. കണ്ണ വെച്ചിട്ടുണ്ടോ? മോഹൻലാല്. മറ്റേ സൈക്കിൾ പമ്പ് ആന അടിച്ചത്, കല്യാണം കഴിച്ചത് അത് മമ്മൂട്ടി അല്ല, സുരേഷ് ഗോപി അല്ലേ? സുരേഷ് ഗോപി പറഞ്ഞു. ഇങ്ങനെ വരണം. ഇങ്ങനെ 23-ാം തീയതി മോഹൻലാല് കണ്ണട വെച്ചത്. 2 യുവദമ്പതികൾ. മോഹൻലാൽ എല്ലാത്തിലും മിക്കതിനും കണ്ണാടി വെച്ചിട്ടുണ്ട്. എല്ലാ പടത്തിലും വെച്ചത്. അത് സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. മുണ്ടൊക്കെ മടക്കി, മുണ്ട് മടക്കി കുത്തുന്നത് എല്ലാത്തിലും ഉണ്ട്. ഉണ്ട്. ഊരുവോ? നിന്റെ വഴി തെറ്റിക്കാണ്. അതെല്ലാത്തിലും ഉണ്ട്. നിനക്ക് ഇനി സമയം ഉണ്ടോ മാറി ചിന്തിക്കാൻ? കല്യാണം കുറി അടിച്ചെന്നാ. അതുകൊണ്ട് പറയാം. വേറെ മോഹൻലാല് മുണ്ട് ഊരി ഇരിക്കുന്നത്. ബോക്സിംഗ്, അതായത് മോഹൻലാല് ഞാൻ പറയാം. അനക്കാൻ കൊണ്ടിട്ട് ബോക്സിംഗിന് പോകാൻ വേണ്ടി മറ്റേ ഷോർട്സ് എല്ലാം കൂടെ ഇട്ടോണ്ട് പോകും. ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഹിന്ദുവാ? ആട് തോമ. മുണ്ട് പറിച്ചൂരിയടിയല്ലേ? എനിക്ക് വരെ മനസ്സിലായി. എന്നാ ആട് തോമ ഇങ്ങനെ കാണിച്ചാ പോരെ, ഞാൻ പറയൂലേ. ഈ ഓണത്തിന് സദ്യ, ഇഷ്ടമുള്ള സദ്യ ഇവിടെ ഉള്ളതാണ് അത് വടക്കോട്ടുള്ള എറണാകുളം? എനിക്ക് ഇവിടെ ഉള്ള ഓണത്തിന്റെ ആ സദ്യയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉപ്പേരി, ചിപ്സ്, പഴം, പപ്പടം, പിന്നെ ഉപ്പൊക്കെ വെക്കും ചിലര്, വേണമെങ്കിൽ വെക്കാം. ആർക്ക് വേണമെങ്കിൽ ഉപ്പേരി ചിപ്സ് രണ്ടിനും മറ്റലും ഉപ്പേരി. നമ്മള് നിങ്ങൾ ഉപ്പേരി എന്ന് പറഞ്ഞാൽ തോരനാണ്. അല്ല, ഞങ്ങളുടെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ മറ്റേ ശർക്കര വരട്ടി. ശർക്കര വരട്ടിയാണ് ഉപ്പേരി. അപ്പൊ ശർക്കര വരട്ടിക്ക് നിങ്ങൾ അവിടെ ശർക്കര വരട്ടി ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് തോരൻ, വാഴക്ക ഇത് ചിപ്സ് എല്ലാ തലവും ശർക്കര വരട്ടിയാണ് നമ്മുടെ ഉപ്പേരി. വറ്റലെന്ന് പറയുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് പറയണേ. എന്തൊരു വറ്റല്? ഉപ്പേരി, വറ്റല്. എന്തെന്ന് വറ്റല്? മറ്റേ ഇത് വാഴയ്ക്ക, വാഴയ്ക്ക വറ്റല്, ഉപ്പേരി, പപ്പടം, പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞില്ല വേണമെങ്കിൽ. അത് എന്റെ അവിടെ വെക്കൂല. എന്നിട്ട് ഇഞ്ചി, നാരങ്ങ, മാങ്ങ, വെള്ളപ്പച്ചടി, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, തോരൻ, മറ്റേ ഇതുണ്ടല്ലോ കൂട്ടുകറി, അവിയല്, തോരൻ പറഞ്ഞു. എന്നിട്ട് ചോറ്, ഫസ്റ്റ് പരിപ്പ്, പപ്പടം, നെയ്യ്, അത് കഴിഞ്ഞ് സാമ്പാർ, അത് കഴിഞ്ഞ് പുളിശ്ശേരി, അത് കഴിഞ്ഞ് അട, പഴം. അത് സോറി, നേരത്തെ വേണമെങ്കിൽ കഴിക്കാം. അടയും അടപ്പായസം, പഴം വേണമെങ്കിൽ പഴം, അല്ലെങ്കിൽ പപ്പടം വേണമെങ്കിൽ പപ്പടം, യുവർ ചോയ്സ്. അത് കഴിഞ്ഞ് പാൽപ്പായസം, അത് കഴിഞ്ഞ് കടലപ്പായസം, അത് കഴിഞ്ഞ് ബോളിയും പാൽപ്പായസം. കടലപ്പായസം, അത് അട, കടല, ബോളി, പാൽപ്പായസം. പാൽപ്പായസം. അത് കഴിഞ്ഞ് മോര്, രസം, പിന്നെ മറ്റേ ഇത് പൈനാപ്പിൾ പുളിശ്ശേരി. എന്നിട്ട് മോരും രസമാണ് ലാസ്റ്റ് ദഹിക്കാൻ വേണ്ടി. എന്നിട്ട് മടക്കി വെക്കണം. എല്ലാം മടക്കി എണീറ്റ് പോകണം. വളരെ കൃത്യമായ ഓർഡർ പറഞ്ഞു. നല്ല കൈയ്യടി കൊടുക്കണം കേട്ടോ.
ഭയങ്കര ഓർഡർ ഓർമ്മിച്ചെടുത്ത് അവൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇരിക്കും പോലെ അല്ല ഞാനാണ് വിളമ്പണ വീട്ടില്. 3 പ്രാവശ്യം പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ ആക്കി. അതിന്റെ ഇലയുടെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ വെക്കണവരെ. ഇല്ലെങ്കിൽ അങ്ങനെ ഓർഡർ ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതിൽ ഏതാണ് നീ പാചകം ചെയ്യണം? പൈനാപ്പിൾ പച്ചടി. ആ, പൂർണിമ ഈ ഓണക്കാലത്ത് പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറഞ്ഞു തരും. നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല മധുരമുള്ള പൈനാപ്പിൾ. ചെറിയ പൈനാപ്പിൾ ആണെങ്കിൽ നല്ല മധുരം കാണും. അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്? ചെറിയ പൈനാപ്പിൾ നല്ല ഓറഞ്ച് കളറായിട്ട് ഇരിക്കും. മധുരം കാണും അത് ചെറുത്. അപ്പം കൂടുതൽ പഞ്ചസാര ഇടണ്ടല്ലോ, എല്ലാവർക്കും കഴിക്കാമല്ലോ. ബാക്കിയുള്ളവരെല്ലാം കളയോ? എന്താണ് നീ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കുക്കർ ഷോയ്ക്ക് പറയും പോലെ പറയണം. ഇന്നത്തെ ഓണവിഭവം ഇന്നത്തെ ഓണവിഭവം പൈനാപ്പിൾ പച്ചടി. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. നല്ല മധുരമുള്ള നല്ല പഴുത്ത പൈനാപ്പിൾ കേൾക്കാം, നമുക്കിതൊന്നും ഇല്ല. നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് പച്ചമുളക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് മറ്റേ കറുത്ത മുന്തിരി ഉണ്ടല്ലോ ചെറുത്, അത് ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലെടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് പച്ചമുളക് ഇട്ട്, വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി, വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടുമ്പം വേണമെങ്കിൽ മാത്രം ഇഞ്ചി ഇട്ടാൽ മതി, ബാക്കിയെല്ലാം വേണം. ബാക്കിയെല്ലാം മസ്റ്റ് ഹാവ് ആണ്. ഇഞ്ചി മാത്രം വേണം. അപ്പോഴത്തേനും എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യണം. നല്ല രീതിയിൽ അതിനെ വേവിക്കണം. അപ്പൊ ഈ വേവണ സമയം കുത്തി നോക്കണം. എനിക്ക് തോന്നുന്നു ഒരു 18mm ഇത്ര നീളമുള്ള ഒരു സ്പൂൺ ഒരു തവി വെച്ച് ഇങ്ങനെ ഉടച്ച് നോക്കണം, ഉടയണം. അപ്പൊ അത് വേവും. അപ്പൊ അത് അത് മൂടി വെച്ച് അത് വേവണ സമയം കൊണ്ട് കുറച്ച് തേങ്ങ, അതിൽ കുറച്ച് ജീരകം, പച്ചമുളക് നമ്മൾ അതിലിട്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് ജീരകം, അതിന് കുറച്ച് മഞ്ഞപ്പൊടി, വേണമെങ്കിൽ ഒരു അല്പം മുളക് പൊടി, വേണമെങ്കിൽ കുറച്ച്. അല്ല, അത് നിങ്ങൾക്ക് പറയരുത്. മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മുളക് പൊടി വേണം. അതായത് ഈ ഓണക്കാലത്ത് ഈ പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇങ്ങനെ നീ പറഞ്ഞാൽ അവരുണ്ടാക്കും. ഒരു നോട്ട് ബുക്ക് എടുത്ത് വെച്ച് അങ്ങനെ കുറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നീ വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ അവർ ഓരോന്ന് കുറിക്കുന്നത് വെട്ടി മാറല്ലേ? ഇഞ്ചി മുളക് പൊടി മാത്രം വേണമെങ്കിൽ മതി, ബാക്കിയെല്ലാം വേണം. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇടുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാം കൂടെ എരിക്കും. അതുകൊണ്ട് വേണ്ട. അപ്പം എന്നിട്ട് നമ്മൾ ഈ തേങ്ങ, ജീരകം കൂടെ മിക്സിയിലിട്ട് അടിക്കണം. അടിച്ചതിങ്ങനെ മാറ്റി വെച്ചിരിക്കും. ജീരകവും തേങ്ങ മാത്രം മതി. മഞ്ഞപ്പൊടി അതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വെക്കണം. അപ്പൊ ഇത് വേവും. എന്തോന്ന് പൈനാപ്പിൾ വേവും. അപ്പൊ അത് വെന്ത് കഴിയുമ്പോ ഈ അരപ്പിനെ എടുത്ത് അതിൽ തട്ടിയിട്ട് ഒരു 5 മിനിറ്റ് അതിങ്ങനെ പിടിക്കണം. അതിങ്ങനെ പിടിക്കണം. മറ്റേ ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് വീത്തണം. മറ്റേ ഇതുണ്ടല്ലോ, അരപ്പ് ഒഴിക്കണം. എന്നിട്ട് അത് കുറച്ചു നേരം അരപ്പ് ഇങ്ങനെ പിടിക്കണം. പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സിയിൽ തന്നെ കുറച്ച് തൈര് ഇട്ടടിക്കണം. വേറെ അടിച്ചാൽ കുഴപ്പമില്ല, നിങ്ങളെ ഇഷ്ടം. എന്നിട്ട് ഇതിങ്ങനെ വേവുമ്പോഴത്തേനും വെന്ത് ഇത് ഓഫ് ചെയ്യണം. അത് ഗ്യാസ് പാഴാക്കല്ലോ ഇപ്പോഴത്തെ പൈസ ഗ്യാസിന്റെ. ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് അപ്പൊ ഇത് വെന്തെല്ലാം സെറ്റായി. ഓഫ് ചെയ്ത് കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേനും എന്തോന്നി നമ്മൾ ഈ അടിച്ചു വെച്ചിട്ട് തൈരെടുത്ത് ഒഴിക്കണം. എന്നിട്ട് അടിച്ചു വെച്ച് മിക്സിയിൽ അടിച്ച് കട്ടയൊക്കെ മാറ്റി അടിച്ചു വെച്ച് അതിനെ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ വറവലിടാൻ വേണ്ടി വറുത്തിടാൻ ഇത് താളിക്കാൻ കുറച്ച് എണ്ണയില് കുറച്ച് കടുക്, കുറച്ച് കരിയപ്പല, വറ്റൽമുളക്, ഉള്ളി വേണ്ട, വറ്റൽമുളക്, ഇത് ഇത്ര ഇട്ട് ഇതാക്കണം. വറുത്തെടുത്തിട്ട് ഇതിൽ വീത്തണം, മിക്സ് ചെയ്യണം, വിളമ്പണം. സെറ്റാണ്. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കും. സൂപ്പറാവും. ഉപ്പ് വേണ്ട, പൈനാപ്പിൾ പച്ചടി മധുരമില്ലേ, വേണമെങ്കിൽ ഒരു നുള്ള് ബാലൻസ് ആവാൻ വേണ്ടി. ഇത് ഇവള് ഇത്രയും നേരം പറഞ്ഞതിനനുസരിച്ച് എനിക്ക് തോന്നിയ ഒരൊറ്റ സാധനം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്.
അതായത് പൈനാപ്പിൾ കിച്ചടി വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കും. അല്ലാതെ ഇതിനകത്ത് പറഞ്ഞതിൽ ഒരൊറ്റ സാധനം നിർബന്ധപൂർവ്വം വേണമെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണമില്ലേ? ഉള്ളതുപോലെ ഉണ്ടാക്കണം. അപ്പൊ എന്തായിരുന്നാലും നിന്റെ പൈനാപ്പിൾ കിച്ചടി ഒരു പ്രാവശ്യം നമുക്ക് ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കാം. പറഞ്ഞത് മാത്രമല്ല കാര്യം ഇത്രയും പ്രോസസ് ഉള്ള ഒരു സാധനമാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. അത് പറയുമ്പോഴാണ് ഇത്ര, അല്ലെങ്കിൽ സിമ്പിൾ ആണ്. അതങ്ങനെയാണ്. ഈ സാധനങ്ങളൊന്നും വേണ്ട. പൈനാപ്പിൾ പൈനാപ്പിൾ അല്ല, പിന്നെ പൈനാപ്പിൾ ഇല്ലാതെ പൈനാപ്പിൾ പച്ചടി നീയല്ലേ ഓരോന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്താൽ വേണമെങ്കിൽ മതി. അത് ഞാൻ പറയുന്ന വെച്ചാൽ മുളക് പൊടി, മറ്റേ ഇഞ്ചി, ഇത് മാത്രം വേണമെങ്കിൽ ബാക്കിയെല്ലാം വേണം. അത് മാത്രം നിങ്ങൾക്ക് വേണം കിട്ടും. അതെന്ന് വെച്ചാൽ എല്ലാം കൂടെ എരിച്ച് വേറൊരു ടേസ്റ്റ് എരിച്ച് വേറെ ടേസ്റ്റ് അല്ലേ. എന്തായിരുന്നാലും ഇത് എഴുതിയെടുത്ത ഒരു ഭ്രാന്തായിട്ട് ഇതിൽ ഇവരിനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെ തിരിച്ച് പറയും ഇത് ഏതാണ് കിട്ടിയതെന്നുള്ളത്. അപ്പൊ എന്തായിരുന്നാലും കുറ്റിച്ചൽ വെർഷൻ ഈ ഓണത്തിനുള്ള പൈനാപ്പിൾ പച്ചടി മാനുഫാക്ചർഡ് ബൈ പൂർണിമ റാണി. എന്താണ് നാഗവല്ലിയ? കഴിഞ്ഞില്ലേ? നാഗവല്ലിയല്ലേ? മണിച്ചത്ര താഴെ മറ്റേ ശങ്കരൻ തമ്പിയ അവിടെയാണ് പ്രശ്നം. മണിച്ചത്ര താഴെയാണല്ലോ സിനിമ. മറ്റേ ഇന്നസെന്റ്, കുതിരോട്ടം പപ്പു, ശോഭനയുടെ പേരാ ഗംഗ. അടിപൊളി അടിപൊളി. നിങ്ങളവിടെ ആ ഭാഗത്ത് ഇങ്ങോട്ടില്ലല്ലോ. അവിടെ പരിപാടിയൊക്കെ നടത്താറുണ്ട്. അതെ ഈ മറ്റേ പരിപാടിയല്ല ഉദ്ദേശിക്കുന്ന ഇതല്ല. അത് ഇതുമായി നമ്മുടെ ഈ തെക്കൻ കേരളമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്ഥലം എവിടെയാണ്? മാവേലിക്കര വെട്ടിയാറ്. മാവേലിക്കര അതല്ല ഗ്രാമപ്രദേശത്ത് ഓണാട്ടുകര അല്ലേ? അവിടെ ഇതുപോലുള്ള കുറെ പരിപാടികളുണ്ട്. ഞാനെനിക്ക് പോയപ്പോൾ കായലിന്റെ കുറുകെ ഒരു ചെറിയ കമ്പ് കെട്ടിയിട്ട് തലേണടിയുണ്ട്. ഈ കമ്പിലൂടെ ഇങ്ങനെ ചവിട്ടി പോയിട്ട് ഒരു ഭയങ്കര സംഭവം. ഞാൻ ഇപ്പോഴും അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റാണ്. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് മാവേലിക്കര എടത്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നേരിട്ട് കണ്ടതാണ്. നടന്ന് പോയിട്ട് ആ ഇങ്ങനെ വിറയ്ക്കും. ഇത്ര നീളമുള്ള വലിയൊരു പോളാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു നിലവിളക്കും തീപ്പട്ടിയും വെച്ചേക്കും. അതൊക്കെ ബാലൻസ് ചെയ്ത് ഈ തീപ്പട്ടി എടുത്ത് ഉരച്ച് തീപ്പട്ടി കത്തിച്ചാൽ പോരാ, ആ വിളക്ക് കത്തിക്കണം. കത്തിച്ച് തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടല്ലോ. അതായിരുന്നു ആദ്യത്തെ പരിപാടി. തിരിച്ചൊന്നും വരാൻ പറ്റൂല. പിന്നെ കത്തിപ്പ് മാത്രമാണ്. പക്ഷെ അവിടെ പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ വീഴും. അങ്ങനെ അതൊക്കെ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ഗെയിമിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം. അതൊക്കെ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ട ഗെയിമുകളാണ്. ഭയങ്കര രസമുള്ള സാധനമാണ്. അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊസിഷനുകളോ വേറെ ഒന്നും നമ്മൾ നോക്കൂല. നേരെ ഓണത്തിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള കളികളിൽ കണ്ടിട്ടില്ലേ? ഓണപ്പന്ത്, എറുപ്പന്ത്, അല്ലേ, വടംവലി. അത് ഭയങ്കര രസമാണ്. പിന്നെ ഈ ഓണത്തിനാണ് പഴയ പ്രണയങ്ങൾ പുതുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പ്രണയിച്ചിട്ടില്ല. എന്റെ ഫസ്റ്റ് പ്രണയം എന്തായിരിക്കും? നമ്മളെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മുടെ നാട്ടിൻപുറത്തേക്ക് ആദ്യമായിട്ട് അവിടെ അതായത് 5ാം ക്ലാസ്സിൽ നമ്മളോടൊപ്പം പഠിച്ച അവൻ ഇപ്പം അവിടെ ഡൽഹിയിലാണ് അവൻ വരണത്, ആ പെൺകുട്ടി വരണത് അല്ലേ. മലയാളികൾ ഏറ്റവും അധികം ആസ്വദിക്കുന്ന 2 ഉത്സവങ്ങളാണ്. ഒന്ന് നമ്മുടെ ഓണം, രണ്ടാമത് ആറ്റുകാൽ പൊങ്കാല മാത്രമല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മുടെ ക്ഷേത്രത്തിലെ പള്ളികളിലേക്ക് ഉത്സവങ്ങൾ. ഈ ഉത്സവത്തിനാണ് അതെ പരിപാടികളൊക്കെ നടക്കണം. ഞാൻ ഒരു സൈഡിൽ നിന്ന് ഈ ഉത്സവങ്ങളിലാണ്ടാ നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളും അതൊക്കെ നോക്കിയിട്ടോ. നമ്മളെ യഥാർത്ഥത്തിലുള്ള മലയാളി. അയ്യോ അവള് വന്ന് കണ്ടാടാ അവിടെ മഞ്ജു വന്നിരുന്ന മഞ്ജു 2 പിള്ളേര് എന്ന് പറയും അല്ലേ. ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊക്കെ മഞ്ജു അഹങ്കരിച്ച് നമ്മളെ നോക്കി ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ നോക്കിക്കൊണ്ട് നടയടാ. സത്യം പറഞ്ഞ എന്താണ് ഓണം എന്ന് വെച്ചാൽ മലയാളിക്ക് ഓർമ്മയുടെ ഉത്സവമാണ് അല്ലേ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇനി അടുത്ത വർഷം നിങ്ങൾ ഇത് ഓർമ്മിക്കും. മറ്റവന്റെ കൂടെ ഇരുന്ന് വാപ്പിളി അടിക്കും അല്ലേ, മറ്റേ വൃത്തിയായിട്ട്. അപ്പൊ ആ സമയത്ത് പൂർണ്ണിമയൊക്കെ വേറെ ലെവലിലേക്ക് മാറും. 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വാങ്ങിക്കും. അപ്പൊ പറയാം കഴിഞ്ഞ വേറൊരു ചാനലിൽ ചെന്ന് ചോദിക്കും കഴിഞ്ഞ വർഷത്തെ ഉത്സവം കണ്ട പച്ച സാധനം. അപ്പൊ ആലോചിച്ച് നോക്കി ഇവളുടെ നാക്കെന്ന് പറഞ്ഞ സാധനം ഉണങ്ങിയത് വിഴുന്നാ നമുക്ക്
ഓണത്തിന് അവിയൽ വെക്കാം വിരിഞ്ഞിക്ക. അത് ഇരിക്കല്ലേ അല്ല അത് വെരിക്കല്ലേ? അല്ലല്ല വേറെ വേറെ ഏത്? കാര്യമായിട്ട് കണിക്കൊന്നേ ഇത്. അപ്പൊ ഹലോ ആ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഓർമ്മയുടെ ഉത്സവമാണ് ഓണം. ഓണം. ഇനി അടുത്ത കൊല്ലത്തെ ഓണത്തിൽ നിങ്ങൾ കൈരളിയിലോ വേറെ എവിടെയെങ്കിലും ചെയ്യാൻ നേരത്ത് എന്താണ് മറക്കാൻ പറ്റാത്ത ഒരു ഓണം എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയും. അതെ പൂർണ്ണിമ എന്ന് പറയും. ഒരു വാപ്പടി പച്ചടി പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത് ആരാണ് അതാണ് ആ എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് വെളിയിറക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ആദ്യമേ പറയാം, അന്ന് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ എൻ്റെ മോനായിരിക്കും. അല്ല മോനെന്ന് കേട്ടപ്പോ അത് ചെറിയൊരു അപ്പൊ വേറെ ഏതെങ്കിലും ആങ്കർ ആയിരിക്കും ചിലപ്പോൾ ആ സമയത്ത് നിൽക്കുന്നത്. അപ്പൊ അവരോട് ആദ്യമേ പൂർണ്ണ പറയും, ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കരുത്. എന്താ പറയാ, വലിയ അഹങ്കാരികളാവും അല്ലേ? ഇല്ല ചേട്ടാ. അപ്പോൾ അടുത്ത വർഷത്തെ ഓണം ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? മതിയോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പൂർണ്ണിമയ്ക്ക്? ഇത്രയും മതി. കേരളത്തിലെ പ്രേക്ഷകരോട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു റീൽസിന് 5 ലക്ഷം രൂപ വരെ വാങ്ങുന്ന ആ പൂർണ്ണിമയ്ക്ക് എന്തോ ഒരു ഗ്രീറ്റിംഗ്സ് പറയാനുണ്ട്. പറഞ്ഞോ പൂർണ്ണിമ. ഹാപ്പി ഓണം ഗൈസ്. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. എല്ലാ പരിപാടിയിലും മത്സരത്തിലൊക്കെ പങ്കെടുക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ലൊരു ഓണം ഉണ്ടാവട്ടെ. എനിക്ക് അങ്ങോട്ട് ഫ്യൂച്ചർ അല്ല ഫ്യൂച്ചറിൽ നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ. എല്ലാ ഓണം കളറാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാവിധ നന്മകളും നിറഞ്ഞുള്ള ഒരു നല്ലൊരു ഓണമാവട്ടെ. അപ്പോൾ ഇനിയും ഒരുപാട് ഓണങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. ഒപ്പം കിഷോറിൻ്റെ കൂടെ ഇതുപോലെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവരും നല്ല ഓണ മത്സരങ്ങളും ഒക്കെ പങ്കെടുത്ത് നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വർഷത്തില് ഒരിക്കലും മാത്രം വരുന്നതാണ് ഓണം. സോ അവന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് 6 മാസം അങ്ങനെയല്ല. സോ മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയി വീട്ടിലിരുന്ന് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Location courtesy Kerala Arts and Crafts Village, Vellar Kovalam.